മകരവിളക്കിനൊഴുകിയിരിക്കുകയാണ് ശബരിമല. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് വൈകിട്ടോടെ സന്നിധാനത്തെത്തും. സർവാഭരണ വിഭൂഷിതനായി അയ്യന് ദീപാരാധന നടക്കും. 1.5 ലക്ഷത്തോളം ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. 2:50-നാണ് മകരസംക്രമ പൂജകൾ ആരംഭിക്കുന്നത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ മുരളി, നമസ്തേ, സുപ്രഭാതം. എങ്ങനെയാണ് ശബരിമല ഈ മകരവിളക്കിനായി ഒരുങ്ങിയിരിക്കുന്നത്? ഒപ്പം വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടും. 2.5 ലക്ഷത്തിലധികം ഭക്തരായിരിക്കും എത്തുക എന്നതാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ട്. അപ്പോൾ എന്തൊക്കെ സജ്ജീകരണങ്ങൾ, എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അവിടെ? ഒപ്പം ഈ തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ് മിഥുൻ? അശ്വതി, സ്വാമി ശരണം. ശരണമന്ത്ര മുഖരിതമായി അയ്യപ്പസ്വാമിയുടെ ആ സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാനെ ദർശിക്കുന്നതിനും മകരജ്യോതി ദർശനത്തിനുമൊക്കെയായിട്ടുള്ള ഭക്തരുടെ കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ്. നിമിഷങ്ങളെണ്ണി കാത്തിരിക്കുകയാണ് ഭക്തർ. കഴിഞ്ഞ 3 ദിവസമായി സന്നിധാനത്തേക്ക് എത്തിയ ഭക്തരിൽ അധികവും സന്നിധാനത്ത് വിവിധ ഇടങ്ങളിൽ തമ്പടിക്കുന്നുണ്ട്. അയൽ സംസ്ഥാന ഭക്തരൊക്കെ പർണശാലകളൊക്കെ കെട്ടി സന്നിധാനത്ത് മകരജ്യോതി ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിമിഷങ്ങളെണ്ണിയുള്ള കാത്തിരിപ്പാണ്. ഇന്ന് വൈകിട്ട് 6:30 സർവാഭരണ വിഭൂഷിതനായി തിരുവാഭരണം ചാർത്തി അയ്യപ്പസ്വാമിക്ക് ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ഇനി ആ ദിവ്യ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നിയന്ത്രണങ്ങളുണ്ട്. നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് 2 ദിവസമായി ഭക്തരെ കടത്തിവിടുന്നത്. ഇന്ന് 30,000 പേർക്ക് മാത്രമാണ് വെർച്വൽ ക്യൂ വഴി ദർശനം ഉള്ളത്. 5,000 പേരെ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് വഴി കടത്തിവിടുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം നിലയ്ക്കൽ നിന്നും 11 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടുകയില്ല. ഇങ്ങനെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഇന്ന് മലകറി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരിക്കുന്ന ഭക്തർ പർണശാലകൾ കെട്ടി സന്നിധാനത്ത് വിവിധ ഇടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ഭക്തർ, ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം മലയിറങ്ങാതെ കാത്തു നിൽക്കുന്ന ഭക്തർ, മകരജ്യോതി ദർശനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഭക്തർ, ഇങ്ങനെ ഭക്തജനങ്ങളുടെ വലിയ കൂട്ടമാണ് എല്ലായിടത്തും സന്നിധാനത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക്, അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. 1.5 ലക്ഷത്തിന് മുകളിൽ ഭക്തർ ഇന്ന് സന്നിധാനത്ത് ഉണ്ടാകും, മകരജ്യോതി ദർശനത്തിന്റെ സമയത്ത് ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലാണ്. 1.5 ലക്ഷത്തിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ സന്നിധാനത്തെ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സന്നിധാനവും പരിസരവും എല്ലാം മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. പുഷ്പാലങ്കൃത വൃദ്ധമായി മാറിയിരിക്കുകയാണ് ശബരിമല സന്നിധാനം. 18-ാം പടി കയറി സോപാനത്തിന് സമീപവുമെല്ലാം പുഷ്പങ്ങളാൽ അലങ്കൃതമായി മനോഹരത അലങ്കൃതമാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:50 മുതലാണ് മകരസംക്രമ പൂജ നടക്കുന്നത്. വൈകിട്ട് 6:15 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. ശരംകുത്തിയിൽ സ്വീകരണമുണ്ട്. 18-ാം പടി കയറി കൊടിമര ചുവട്ടിലേക്ക് എത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പസ്വാമിക്ക് ചാർത്തി ദീപാരാധന നടക്കും. സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാന്റെ വളർത്തച്ഛൻ അദ്ദേഹത്തിന് സമ്മാനിച്ച, അദ്ദേഹത്തിനെ വീരയോദ്ധാവായി കാണുന്നതിന് വേണ്ടി, ആ ആഗ്രഹ സഫലീകരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പന്തളം രാജാവിന് ഭഗവാൻ നൽകിയിരിക്കുന്ന ഒരു ദിവസമാണ്. തന്നെ സർവാഭരണ വിഭൂഷിതനായി വീരയോദ്ധാവായി കാണാം, തനിക്ക് മുൻപിൽ ആ ദിവസം എത്താം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ, തൻ്റെ പിതാവിൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണത്തിൻ്റെ ദിവസം കൂടിയാണ് ഇന്ന്. അങ്ങനെ സർവാഭരണ വിഭൂഷിതനായി ഭഗവാൻ മാറുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. മകരജ്യോതി പോയിന്റുകളിലെല്ലാം വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ, അത് സന്നിധാനത്തിന് താഴെ അട്ടത്തോട്, നിലയ്ക്കൽ ഭാഗങ്ങൾ, പമ്പയ്ക്ക് സമീപമുള്ള പമ്പ വ്യൂ പോയിന്റ് തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ വലിയ രീതിയിൽ തമ്പടിക്കുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. പുൽമേട്, പാണ്ടിത്താവളം അടക്കമുള്ള സ്ഥലങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. വൻ സുരക്ഷ, പോലീസ് ഉദ്യോഗസ്ഥരെയായിരിക്കും, പോലീസ് വിന്യാസത്തെയായിരിക്കും ഈ ഭാഗങ്ങളിലെല്ലാം സജ്ജമാക്കുക എന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ തിരക്ക്, അത് ഉച്ചയോടുകൂടി തന്നെ ഭക്തജനങ്ങളെല്ലാം മകരജ്യോതി ദർശനം സാധ്യമാകുന്ന ഇടങ്ങളിലെല്ലാം ഇടം പിടിക്കും. അവിടെ സുഗമമായി മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി ഭക്തർ രാവിലെ മുതൽ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കും. ഉച്ചയോടുകൂടി തന്നെ എല്ലാ വ്യൂ പോയിന്റുകളിലും ഭക്തരാൽ തിങ്ങി നിറയും. പിന്നീട് വൈകിട്ട് മകരജ്യോതി തെളിയുന്ന ആ സമയം വരെയും ഈ ഭാഗങ്ങളെല്ലാം, മകരജ്യോതി ദർശനം സാധ്യമാകുന്ന ഇടങ്ങളിലെല്ലാം വലിയ തിരക്കായിരിക്കും, ഭക്തരുടെ വലിയ തിരക്കായിരിക്കും അനുഭവപ്പെടുക. അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ കൂടുതലായി ഈ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി എത്തുന്നുണ്ട്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളും പർണശാലകൾ കെട്ടി കൂടുതലായി സന്നിധാനത്ത് വിവിധ ഇടങ്ങളിൽ തമ്പടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്ക് നിലയ്ക്കൽ, പമ്പ, മകരജ്യോതി വ്യൂ പോയിന്റുകൾ എന്നിവിടങ്ങളിലെല്ലാം അനുഭവപ്പെടുന്നതിനുള്ള സാധ്യത വിലയിരുത്തിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 2 ജില്ലകൾക്കാണ് അവധി നൽകിയിരിക്കുന്നത്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട്. ആവശ്യ സർവീസുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും മറ്റും അവധി ബാധകമല്ല. മറ്റ് എല്ലാവർക്കും അവധി ലഭ്യമാകുന്ന വിധമാണ് ക്രമീകരണം
നടത്തിയിരിക്കുന്നത്. എന്തായാലും ശരണമന്ത്ര മുഖരിതമായി ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ച, അത് 18-ാം പടിക്ക് താഴെ നിന്നുള്ള കാഴ്ചയാണ്. ആ കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തിയുടെ ഏറ്റവും പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന കാഴ്ച. ഇനിയുള്ള മണിക്കൂറുകൾ ശരണമന്ത്ര മുഖരിതമായി ഭക്തി ഘോഷലഹരിയോടുകൂടി സന്നിധാനം മാറുന്ന കാഴ്ചയായിരിക്കും കാണുന്നത്. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്ന ആ സമയം അത്രയും വലിയ ഒരു നിർവൃത്തിയുടെ ഘട്ടത്തിലേക്ക് ഭക്തർ എത്തുകയും ചെയ്യും. ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം. മഹോത്സവമാണ്. മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി കഴിഞ്ഞ തവണ മകരവിളക്ക് മഹോത്സവം പൂർത്തിയാക്കി നട അടച്ചതിനു ശേഷം ഒരു വർഷമാണ് ഭക്തജനങ്ങൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. ഭഗവാന്റെ ഏറ്റവും പുണ്യകരമായിട്ടുള്ള തിരുവാഭരണം ഘോഷയാത്രയെ വണങ്ങുക, തിരുവാഭരണ ഘോഷയാത്രയെ എതിരേറ്റ് തിരുവാഭരണം പേടകത്തിൽ നിന്നും തിരുവാഭരണം ഇറക്കി വെച്ച് പലയിടങ്ങളിൽ ദർശനം നൽകുമ്പോൾ ആ തിരുവാഭരണ പേടകം ദർശിക്കുക, അതിനൊപ്പം അനുഗമിക്കുക. അല്പദൂരമെങ്കിലും തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുക. സന്നിധാനത്തേക്ക് എത്തുമ്പോൾ തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാനെ കാണാൻ ഒരു ഭാഗ്യം സിദ്ധിക്കുക. ഒപ്പം മകരജ്യോതി ദർശിക്കുക. ഇതൊക്കെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ജീവിത അഭിലാഷമാണ്. തീർച്ചയായും മിഥുൻ, അത് തന്നെയാണ് അവർ കാത്തിരുന്ന ദിനം കൂടിയാണല്ലോ ഇന്ന്. നമുക്കിനി ഗോകുലിലേക്ക് കൂടി ഒന്ന് പോകാം. ഗോകുൽ ഇലവുങ്കൽ നിന്നും ചേരുന്നുണ്ട്. ഗോകുൽ, മകരവിളക്കിന് ഒരുങ്ങിയിരിക്കുകയാണ് ശബരിമല. എല്ലാ തയ്യാറെടുപ്പുകളും പൂർണ്ണമെന്നാണ് മിഥുൻ അവിടെ നിന്ന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്ന് ഈ ശബരിമല ക്ഷേത്രത്തിൽ എന്തൊക്കെ പ്രധാന ചടങ്ങുകളാണ് ഗോകുൽ നടക്കുക? ഒപ്പം ഈ മകരജ്യോതി സന്ദർശിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും 8 പോയിന്റുകളാണല്ലോ ഉള്ളത്. അവിടെയൊക്കെ എന്തൊക്കെ സജ്ജീകരണങ്ങൾ, എന്തൊക്കെ ക്രമീകരണങ്ങൾ, എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഗോകുൽ അവിടെയൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? അശ്വതി, ഈ മകരവിളക്കിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ് ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇലവുങ്കലാണ്. ഇവിടേക്കാണ് ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് അവസാനത്തെ ദിവസത്തെ യാത്രയാണ് തിരുവാഭരണ ഘോഷയാത്രയുടേത്. രാവിലെ പുലർച്ചെ 2 മണിക്ക് ലാഹയിൽ നിന്നും യാത്ര ആരംഭിച്ചു. അതിനുശേഷം പ്ലാപ്പള്ളി പിന്നിട്ടിപ്പോൾ ഇലവുങ്കലിൽ എത്തിയിരിക്കുകയാണ്. ഇലവുങ്കലിൽ റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കേന്ദ്രമുണ്ട്. അവിടെ തിരുവാഭരണം ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ തീർത്ഥാടകർക്ക് തിരുവാഭരണം കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. അത് കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ് കാണുന്നത്. കാരണം നല്ല വലിയ തിരക്ക് തന്നെ രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതായത് ഇവിടേക്ക് എത്തിക്കൊണ്ട് ഈ തിരുവാഭരണങ്ങൾ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് അയ്യപ്പ വിശ്വാസികളുടെ വലിയ തിരക്ക് ഈ പുലർച്ചെ തന്നെ നമുക്ക് അനുഭവപ്പെടുകയാണ്. ഒപ്പം സമാനമായ സാഹചര്യം തന്നെയായിരുന്നു ഈ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വന്ന പാതകളിലൊക്കെ തന്നെ. എല്ലായിടത്തും എല്ലാ കേന്ദ്രങ്ങളിലും വലിയ അഭൂതപൂർവമായിട്ടുള്ള ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. എന്തായാലും ഇനി കുറച്ച് സമയം ഇവിടെ തന്നെ ഉണ്ടാകും. 9 മണി വരെ ഏകദേശം ഇവിടെ തന്നെ ഉണ്ടാകും. അതിനുശേഷമാണ് നിലയ്ക്കലേക്കാണ് അടുത്തത് ഈ തിരുവാഭരണ ഘോഷയാത്ര നീങ്ങുന്നത്. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് അടുത്ത പോയിന്റ് ആയിട്ടുള്ളത്. അവിടെ ഇനി 9:30 മണിയോടുകൂടി നിലയ്ക്കലിൽ എത്തിച്ചേരും. അതിനുശേഷം കാനനപാത വഴി, ഈ തിരുവാഭരണ പാതയായിട്ടുള്ള കാനനപാത വഴി നേരെ ശബരിമലയിലേക്കുള്ള യാത്ര പുറപ്പെടും. ഇന്ന് തിരുവാഭരണ ഘോഷയാത്രയുടെ അവസാന ദിവസമാണ്. ഞാൻ സൂചിപ്പിച്ചു, ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരുവാഭരണങ്ങൾ ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. ശബരിമലയിൽ ശരംകുത്തിയിലേക്കായിരിക്കും നേരെ ആദ്യം എത്തുന്നത്. ശരംകുത്തിയിൽ വെച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ആചാരപരമായിട്ട് ഇതിന് സ്വീകരണം നൽകി സന്നിധാനത്തേക്ക് വാദ്യമേളങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടി ഈ തിരുവാഭരണ പേടകങ്ങളെ ആനയിക്കും. തുടർന്ന് 18-ാം പടി കയറി 1ാമത്തെ പേടകം മാത്രം ശബരിമല സന്നിധാനത്തെത്തും. ശ്രീകോവിലിന് സമീപത്തേക്ക് എത്തും. കൊടിമരച്ചുവട്ടിൽ വെച്ച് ദേവസ്വം ബോർഡ് വീണ്ടും ആചാരപരമായിട്ട് സ്വീകരിക്കും. തുടർന്ന് സോപാനത്തിനുള്ളിലൂടെ ശ്രീകോവിലിനുള്ളിലേക്ക് 1ാമത്തെ പേടകത്തെ കൊണ്ടുപോകും. 1ാമത്തെ പേടകത്തിനുള്ളിൽ അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങളാണ്. ആ പേടകം മാത്രമാണ് ശ്രീകോവിലിനുള്ളിലേക്ക് പോകുന്നത്. ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും ചേർന്നുകൊണ്ട് സ്വീകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ക്ഷേത്രത്തിനുള്ളിലേക്ക്, ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. തുടർന്ന് അയ്യപ്പന് ഈ തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് ദീപാരാധന. നടയടയ്ക്കുകയാണ് ദീപാരാധനയ്ക്കായി തിരുവാഭരണങ്ങൾ എത്തിയാൽ ഉടൻ തന്നെ. തുടർന്ന് നട തുറക്കുന്നതോടുകൂടി, അതായത് ഈ തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് അയ്യപ്പ വിഗ്രഹം. ആ സമയത്ത് നട തുറക്കുന്നതോടുകൂടിയാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനം സാധ്യമാകുന്നത്. മകരജ്യോതി തെളിയുന്നത്. ഭക്തലക്ഷങ്ങൾ കാത്തു നിൽക്കുന്ന ആ ഒരു മകര ജ്യോതി ദർശനം അന്നത്തെ ആ സമയത്താണ്, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ആ സമയത്താണ്, ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്താണ് ദൃശ്യമാകുന്നുണ്ടാവുക. അതേസമയം തന്നെ ആകാശത്ത് മകര നക്ഷത്രവും തെളിയും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ തിരുവാഭരണ പേടകങ്ങളാണ്. 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും പേടകങ്ങൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. അത് കണ്ടു തൊഴുവാനും അതിൽ ആ പേടകങ്ങളിൽ തൊട്ടു തൊഴുകയും ഒക്കെ ചെയ്യുന്ന നൂറുകണക്കിന് അയ്യപ്പ വിശ്വാസികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു.
എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇത് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. അതിനുശേഷം മകരജ്യോതി ദർശനത്തിന് ശേഷവും ഇനി ഏതാനും ദിവസങ്ങൾ കൂടി അയ്യപ്പന് തിരുവാഭരണങ്ങൾ ചാർത്തി തന്നെ ദർശനം സാധ്യമാകും. ഒപ്പം 19-ാം തീയതി വൈകുന്നേരം വരെയുള്ള ദിവസങ്ങളിൽ അയ്യപ്പന് തിരുവാഭരണങ്ങൾ ചാർത്തി ഭക്തർക്ക് ശബരീശനെ ദർശിക്കുവാനായിട്ട് സാധിക്കും. 20-നാണ് ശബരിമല ക്ഷേത്ര നട അടയ്ക്കുന്നത്. മണ്ഡല മകരവിളക്ക് പൂജകൾ പൂർത്തിയാക്കി ക്ഷേത്ര നട അടയ്ക്കുന്നത്. 20-ന് രാജപ്രതിനിധി തൊഴുതിറങ്ങുന്നതോടൊപ്പം ഈ തിരുവാഭരണങ്ങളും തിരികെ പന്തളത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള യാത്ര ആരംഭിക്കും. തിരികെ വരുന്ന വഴി പെരുന്നാട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലും തിരുവാഭരണങ്ങൾ ചാർത്തും. അന്ന് 21-ാം തീയതി ഉച്ചയ്ക്ക് 12:30 മണി മുതൽ രാത്രി 2 മണി വരെയുള്ള സമയത്ത് പെരുന്നാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ഈ തിരുവാഭരണങ്ങൾ ചാർത്തി ഭക്തർക്ക് ദർശനമുണ്ട്. അതിനുശേഷം 22-ാം തീയതി ആറന്മുള കൊട്ടാരത്തിലും തിരുവാഭരണങ്ങൾ പ്രദർശനത്തിന് വയ്ക്കും, അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് ദർശിക്കുന്നതിന് വേണ്ടി വയ്ക്കും. 23-ാം തീയതിയാണ് തിരികെ പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലെത്തുന്നത്. 23-ാം തീയതി പന്തളത്തെത്തുന്ന തിരുവാഭരണത്തിന് രാജകീയമായിട്ടുള്ള സ്വീകരണം പന്തളം കൊട്ടാരം നൽകും. തുടർന്ന് പിന്നീട് പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലുള്ള സ്ട്രോങ് റൂമിലേക്ക് തിരുവാഭരണങ്ങൾ മാറ്റുന്നതോടുകൂടിയാണ് ചടങ്ങുകളൊക്കെ പൂർത്തിയാകുന്നത്. എന്തായാലും ആചാരപരമായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള തന്നെയാണ് തിരുവാഭരണ ഘോഷയാത്ര കഴിഞ്ഞ ദിവസം പന്തളത്ത് നിന്നും ആരംഭിച്ചത്. ഇന്നലെ 2-ാം ദിവസത്തെ യാത്രയായിരുന്നു. അത് അയിരൂർ പുതിയകാവിൽ നിന്ന് ആരംഭിച്ച് ലാഹ വനം വകുപ്പിൻ്റെ സത്രത്തിലാണ് അവസാനിച്ചത്. തുടർന്ന് 3-ാമത്തെയും അവസാനത്തെയും ദിവസമായിട്ടുള്ള ഇന്നത്തെ യാത്ര ലാഹയിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ പ്ലാപ്പള്ളി പിന്നിട്ട് ഇലവങ്കലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇലവങ്കലിൽ നിന്ന് ഇനി അടുത്തത് നിലയ്ക്കൽ വഴി പിന്നീട് സന്നിധാനത്തേക്കാണ് ഈ തിരുവാഭരണങ്ങൾ പോകുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് 3-ാമത്തെ പേടകമാണ്. അതായത് രണ്ടാമത്തെ പേടകമാണ്. ഇതിനുള്ളിൽ പൂജാപാത്രങ്ങളാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അയ്യപ്പൻ്റെ ഈ കലശാഭിഷേകം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വർണ്ണ കലശങ്ങളും കുടങ്ങളും അതോടൊപ്പം തന്നെ വെള്ളി കെട്ടിയ ശംഖ് ഉൾപ്പെടെയുള്ള പൂജാപാത്രങ്ങളാണ് ഈ പേടകത്തിലുള്ളത്. തൊട്ടപ്പുറത്തിരിക്കുന്ന പേടകം കൊടിക്കൂറകൾ അടങ്ങിയിരിക്കുന്ന പേടകമാണ്. ആ പേടകത്തിൽ തലപ്പാറ മലയുടെയും ഉടുമ്പാറ മലയുടെയും കൊടികളാണ്, അതിനെ പ്രതിനിധീകരിക്കുന്ന കൊടികളാണ്. ഈ കൊടികൾ ഉയർത്തിക്കൊണ്ടാണ് 21-ാം തീയതി മുതലുള്ള എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ മണിമണ്ഡപത്തിൽ നിന്നും കൊടിമരച്ചൂട് വരെയും അവസാന ദിവസം മണിമണ്ഡപത്തിൽ നിന്നും ശരംകുത്തിയും വരെയുള്ള എഴുന്നള്ളിപ്പ് ചടങ്ങുകൾക്ക് വേണ്ടി അലങ്കരിക്കുന്നതിനുള്ള കൊടിക്കൂറകളാണ് ആ 2-ാമത്തെ പേടകത്തിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ പേടകമാണ് ഏറ്റവും മുന്നിലിരിക്കുന്നത്. ആ പേടകത്തിലാണ് അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ, അയ്യപ്പന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ആഭരണങ്ങൾ, അവയാണ് 1-ാമത്തെ പേടകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആ 1-ാമത്തെ പേടകം മാത്രമാണ് 18-ാം പടി കയറി ശ്രീകോവിലിനുള്ളിലേക്ക് പോകുന്നത്. ബാക്കി 2 പേടകങ്ങളും പോകുന്നത് നേരെ മണിമണ്ഡപത്തിലേക്കാണ്. അതായത് മാളികപ്പുറത്തിന് സമീപത്തുള്ള മണിമണ്ഡപത്തിലേക്ക്, അയ്യപ്പൻ്റെ സമാധി സ്ഥാനമെന്ന് കരുതപ്പെടുന്നതാണ് മണിമണ്ഡപം. അവിടെ കളമെഴുത്തും പാട്ടും അടക്കമുള്ള ചടങ്ങുകളാണ് ഇനി മകരവിളക്കിന് ശേഷം ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത്. ഒപ്പം അവിടെ നിന്നുള്ള എഴുന്നള്ളിപ്പ് ചടങ്ങുകളുമുണ്ട്. അവിടേക്കുള്ള ഇതാണ് കൊടിതോരണങ്ങളും അതോടൊപ്പം തന്നെ ഈ പൂജാപാത്രങ്ങളുമൊക്കെ ആ മണിമണ്ഡപത്തിലേക്കാണ് യാത്രയാകുന്നത്. അങ്ങനെ 3 പേടകങ്ങളിലാക്കിയാണ് ഈ തിരുവാഭരണങ്ങൾ പന്തളം കൊട്ടാരത്തിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്. ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന രാജപ്രതിനിധി പുണർതന്നാൾ നാരായണവർമ്മയാണ്. അദ്ദേഹമാണ് ആചാരപരമായിട്ട് ഉടവാള് വലിയ തമ്പുരാനിൽ നിന്ന് സ്വീകരിച്ച് അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനായിട്ട് പന്തളം രാജകൊട്ടാരത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഈ ചടങ്ങിൽ ഈ വർഷം പങ്കെടുക്കുന്നത്. അദ്ദേഹം അവിടെ എത്തി ശബരിമല സന്നിധാനത്തെത്തി തുടർന്നുള്ള ദിവസങ്ങളിൽ അവിടെ തങ്ങും. അതിനുശേഷം 20-ാം തീയതി രാവിലെ അയ്യപ്പനും ഈ പന്തളം രാജപ്രതിനിധിയും മാത്രമുള്ള നിമിഷങ്ങളാണ് 20-ാം തീയതി പുലർച്ചെ അവിടെ ഉണ്ടാവുക. അവിടെ ആ സമയത്ത് മറ്റു ഭക്തർക്കൊന്നും തന്നെ പ്രവേശനമില്ല. അതായത് അയ്യപ്പൻ്റെ പിതാവാണ്, പിതൃസ്ഥാനീയനാണ് പന്തളം രാജാവ്, അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയാണ് നാരായണവർമ്മ. ആ അച്ഛനും മകനും മാത്രമായിട്ടുള്ള നിമിഷങ്ങളാണ് 20-ന് പുലർച്ചെ ഉണ്ടാവുക. അതിനുശേഷം തൊഴുത് രാജപ്രതിനിധി മലയിറങ്ങും. തൊഴുത് ശ്രീകോവിലിന് മുന്നിൽ നിന്ന് മാറുന്ന വേളയിൽ ശ്രീകോവിൽ പൂട്ടി മേൽശാന്തി താക്കോല് രാജപ്രതിനിധിയെ ഏൽപ്പിക്കും. അതിനുശേഷം അദ്ദേഹം ഉടവാളുമായിട്ട് 18-ാം പടി ഇറങ്ങി താഴെ എത്തുന്ന വേളയിൽ വീണ്ടും ആ താക്കോൽ കൂട്ടം തിരികെ മേൽശാന്തിയെ തന്നെ ഏൽപ്പിക്കും. അതോടുകൂടി ഒരു വർഷം നീണ്ടു നിന്ന മണ്ഡല മകരവിളക്ക് ചടങ്ങുകൾക്ക് കൂടിയാണ് പരിസമാപ്തി കുറിക്കുന്നത്. അങ്ങനെ ആചാരനിബിഡമായിട്ടുള്ള ചടങ്ങുകളോട് കൂടിയിട്ടാണ് ശബരിമലയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പൂജകളും മറ്റുമൊക്കെ നടക്കുന്നത്. ഗൂഗിൾ, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഹൈക്കോടതി ഇന്ന് 35,000 പേർക്ക് മാത്രമാണ് ഈ ദർശനത്തിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. പക്ഷേ കണക്കുകൾ പ്രകാരം ഒരുപാട് ഭക്തർ നമ്മുടെ ലക്ഷം ഭക്തർ ഒഴുകിയെത്താനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാകും ഇതിനെയൊക്കെ അധികൃതർ നേരിടുക? എന്തൊക്കെ സജ്ജീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്?
ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണത്തിൽ നിയന്ത്രണമുണ്ട്. പക്ഷേ എല്ലാ വർഷവും ഈ രീതിയിൽ തന്നെ 10,000-കണക്കിന് തീർത്ഥാടകർ ഈ ദിവസം ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ മകരജ്യോതി ദർശനത്തിന് വേണ്ടി എത്താറുണ്ട്. ശബരിമലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നാൽ മകരജ്യോതി ദർശനം സാധ്യമാകും. ഈ കേന്ദ്രങ്ങളിലൊക്കെ ഭക്തർ ഇതിനോടകം തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ അവിടെ എത്തി പർണശാലകളൊക്കെ കെട്ടി ഈ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അവർക്ക് ആ പ്രദേശങ്ങളിൽ കൃത്യമായിട്ട് അവിടെ നിന്നുകൊണ്ട് മകരജ്യോതി ദർശിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. ഒപ്പം ഈ ഇന്നത്തെ ദിവസം ശബരിമലയിൽ ദർശനത്തിനുള്ള സംഖ്യയിലാണ് വലിയ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദർശനം നടത്തിയിട്ടുള്ള തീർത്ഥാടകർ പലരും മടങ്ങിപ്പോകാതെ ശബരിമല ആ പ്രദേശത്ത് തന്നെ സന്നിധാനത്തും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. അവിടെ പർണശാലകളൊക്കെ കെട്ടി അവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് അവിടെ തന്നെ താമസിക്കുന്ന ഒരു ചടങ്ങാണ്, വർഷങ്ങളായി നടന്നു വരുന്ന ചടങ്ങാണ്. എന്തായാലും അങ്ങനെ മകരവിളക്കിന് ഒരുങ്ങിയിരിക്കുകയാണ് ശബരിമല. ഇന്ന് വനവാസിയായ അയ്യപ്പൻ സർവാഭരണ വിഭൂഷിതനായി പന്തളം രാജകുമാരനായി ഒരു യോദ്ധാവായൊക്കെ തൻ്റെ പിതാവിൻ്റെ മുന്നിൽ എത്തുന്ന ദിനം കൂടിയാണ്. പിതാവിന് ഇന്നാണ് ദർശന അനുമതി നൽകിയിരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര മകരജ്യോതി തെളിയുമ്പോൾ ഇന്ന് വൈകിട്ട് 6:40 നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർവാഭരണ വിഭൂഷിതനായി അയ്യനെ കാണാൻ ഒഴുകിയെത്തുന്ന ഭക്തരുടെ എണ്ണവും കൂടുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങളൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചരിത്രത്തിൽ ആദ്യമായി KSRTC ബസ് സർവീസുകൾ 1000-ഓളം ബസ് സർവീസുകളാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ പ്രതിനിധി ഗോകുലുണ്ട് അവിടെ നിന്നും. ഗോകുൽ, ഈ തിരുവാഭരണ ഘോഷയാത്ര നിലവിൽ എവിടെയാണ്, എങ്ങനെയാണ് അവിടെ? ഗോകുലുണ്ട്. ഗോകുൽ, കേൾക്കാമെങ്കിൽ ഈ തിരുവാഭരണ ഘോഷയാത്ര എങ്ങനെയാണ്, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, ഒപ്പം ഇന്ന് പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയാകും? ഗോകുൽ. അശ്വതി, നിലവിൽ ഇലവുങ്കലിലാണ് എത്തി നിൽക്കുന്നത്. അതായത് ഇന്ന് മൂന്നാമത്തെയും അവസാനത്തെയും ദിവസത്തെ യാത്രയാണ് തിരുവാഭരണ ഘോഷയാത്രയുടേത്. രാവിലെ 2 മണിക്ക് ലാഹ വനം വകുപ്പിൻ്റെ സത്രത്തിൽ നിന്നാണ് ഇന്നത്തെ യാത്ര ആരംഭിച്ചത്. തുടർന്ന് പ്ലാപ്പള്ളി പിന്നിട്ട് ഇപ്പോൾ ഇലവുങ്കലിൽ എത്തിയിരിക്കുകയാണ്. ഇലവുങ്കലിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കേന്ദ്രമുണ്ട്, ഈ ശബരിമല സീസണിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രം. അവിടെയാണ് ഇപ്പോൾ തിരുവാഭരണ പേടകങ്ങൾ ഇറക്കി വെച്ചിരിക്കുന്നത്. 3 തിരുവാഭരണ പേടകങ്ങളും ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഇലവുങ്കൽ പ്രദേശത്ത് അവിടെ എത്തി തീർത്ഥാടകർ തൊഴുത് ഈ തിരുവാഭരണ പേടകങ്ങളെ കണ്ട് തൊഴുത് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്ക് രാവിലത്തെ തന്നെ ആദ്യ സമയത്ത് തന്നെ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ അല്പസമയം ഇത് വെച്ചിരിക്കും. അതിനുശേഷമാണ് ഇലവുങ്കലിൽ നിന്നും ഈ തിരുവാഭരണ പേടകങ്ങൾ വീണ്ടും ശിരസിലേറ്റിക്കൊണ്ട് യാത്ര തുടരുന്നത്. ഇതിനി ഏകദേശം കുറച്ച് കിലോമീറ്ററുകൾ കൂടി മാത്രമാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് അവശേഷിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ അടുത്ത പോയിന്റ് നിലയ്ക്കലാണ്. നിലയ്ക്കലിൽ നിന്നും നേരെ അട്ടത്തോടെത്തി അട്ടത്തോട് നിന്നും കാനനപാത വഴി കാടിനുള്ളിലൂടെയാണ് തുടർന്നുള്ള യാത്ര. കാനനത്തിലൂടെ നേരെ ശബരിമല സന്നിധാനം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകും. തുടർന്ന് ശരംകുത്തിയിലേക്കാണ് എത്തിച്ചേരുന്നുണ്ടാവുക. അടുത്ത പോയിന്റ് ശരംകുത്തി മുതൽ പിന്നീട് അങ്ങോട്ട് സന്നിധാനം വരെ വലിയ ആഘോഷങ്ങളോടെ വാദ്യമേളങ്ങളുടെയും ശരണമന്ത്രങ്ങളുടെയും ഒക്കെ ആ ഒരു അന്തരീക്ഷത്തിൽ അതിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് പിന്നീട് തിരുവാഭരണ സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും ആ സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ആ ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്നത്. കാരണം ആ തിരുവാഭരണങ്ങൾ എത്തിച്ചേർന്നാൽ ഉടനാണ് മകരജ്യോതി ദർശനം. അത് പൊന്നമ്പലമേട്ടിൽ ഗോകുൽ വ്യക്തമാണ്, വളരെ വിശദമായാണ് ഗോകുൽ പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിച്ചത്. ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര ഇലവുങ്കൽ എത്തി നിൽക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ഇലവുങ്കലിൽ നിന്നും ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് വൈകിട്ടോടെ സന്നിധാനത്തെത്തും. ഈ സർവാഭരണ വിഭൂഷിതനാകുന്ന അയ്യന് 6:40 ദീപാരാധന. മാത്രമല്ല 1.5 ലക്ഷത്തോളം ഭക്തരാണ് ദർശനത്തിനെത്തുമെന്നാണ് പ്രതീക്ഷ. മകരസംക്രമ പൂജകൾ 2:50 ആരംഭിക്കും.